കേട്ടോ 2025 നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് കാത്തിരുന്ന പടം. 3 പ്രൊഡക്ഷൻ ഹൗസ്, ഗോകുലം ഗോപാലൻ, ലൈക്ക ഫിലിംസ്, ആശീർവാദ്, 3 പേരും കൂടി 170 കോടിക്ക് പണി നമ്മുടെ മുമ്പിലേക്ക് വിട്ട ഒരു ബ്രഹ്മാണ്ഡം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വിട്ട ഐറ്റം എമ്പുരാൻ. ലാലേട്ടൻ, പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ, ലൂസിഫറിന്റെ സീക്വല്, അങ്ങനെ കൊടൂര ഹൈപ്പും. ബുക്ക് മൈ ഷോയിൽ നമുക്കറിയാം തുടക്കം ബുക്കിംഗ് ഓപ്പൺ ആയപ്പോഴേ നിന്ന് കത്തി. ഇന്ത്യൻ സിനിമകളിൽ തന്നെ റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് എമ്പുരാൻ ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സിനിമ, ആ സിനിമയ്ക്കകത്ത് എന്താണ് ഇങ്ങേര് കുത്തിവെച്ച് നമ്മുടെ മുമ്പിലേക്ക് വിട്ടത്? ഇൻറ്റൻഷനലി പൊളിറ്റിക്സ് പറഞ്ഞൊരു സിനിമയായിരുന്നു എമ്പുരാൻ. നമുക്കറിയാം ഗുജറാത്ത് കലാപം, ആ കലാപത്തിന് 2 വശമുണ്ട്. ഒരു വശം മാത്രമാണ് നമ്മൾ എമ്പുരാൻ സിനിമയ്ക്കകത്ത് കണ്ടത്. തുടക്കം ഒരു ട്രെയിൻ കത്തുന്നതായിട്ട്, ഗോദ്രയിലെ ട്രെയിൻ കത്തുന്ന ആ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. അത് ആര് കത്തിച്ചു, എന്തിന് കത്തിച്ചു, എന്തിനു വേണ്ടി കത്തിച്ചു എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആരാണ് അതിൽ ബലിയാടുകളായത്, ഏത് വിഭാഗമാണ് തിരിച്ചു ചെയ്തത്, ഇതൊന്നും കാണിക്കാതെ ഒരു വിഭാഗം ആളുകളെ മാത്രം മോശമായിട്ട് ഇൻറ്റൻഷനലി ചിത്രീകരിച്ച് ഒരു സിനിമ ഇറക്കി വിടുക. ആ പരിപാടി ചെയ്തിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?